ധർമ്മരാജ. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയും ധർമ്മരാജ എന്ന പേരിൽ പ്രശസ്തനുമായ കാർത്തിക തിരുനാൾ രാമവർമ്മ 1795 തലസ്ഥാനം പത്മനാഭപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. രാമവർമ്മയുടെ ഭരണകാലം തിരുവിതാംകൂർ ചരിത്രത്തിലെ സുവർണകാലമായി കണക്കാക്കപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ കീഴടക്കിയ മേഖലകളിലെ മേൽക്കോയ്മ നിലനിർത്തുന്നതോടൊപ്പം അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിൽ ശ്രദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന നേട്ടങ്ങളിലൊന്ന് രാജ്യത്തെ വാണിജ്യ മേഖലയുടെ ശാക്തീകരണമായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജകേശവദാസ് എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ്റെ അളവറ്റ സഹായങ്ങൾ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ധർമ്മരാജയുടെ ഭരണകാലത്ത് 1791 തിരുവിതാംകൂറിന് മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നു. തിരുവിതാംകൂർ സൈന്യം 6 മാസത്തോളം സുൽത്താനെതിരെ ചെറുത്തുനിന്നു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ്, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ്, മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണിയിച്ച രാജാവ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ്. രാജസൂയം ആട്ടക്കഥ രചിച്ചു. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവ്. ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ്. ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ്. ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാരാണ് അയ്യപ്പൻ, മാർത്താണ്ഡപിള്ള, രാജ കേശവദാസ്. ധർമ്മരാജയുടെ സമകാലികനായിരുന്നു പ്രശസ്ത കവി ഉണ്ണായി വാര്യർ. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരത്തിൻ്റെ ശില്പി. ധർമ്മരാജയുടെ ആദ്യ ദളവ. തിരുവിതാംകൂറിനെ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവ. രാജ കേശവദാസ് ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ. ചാലക്കമ്പളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പി. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാൻ. കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമിയച്ചനുമായി ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ദിവാൻ. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭു.